നമ്മളുടെ ഒരു കസ്റ്റമറിന്റെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആള് ബിസിനസിന്റെ സ്റ്റാർട്ടിങ്ങിൽ 12 ലക്ഷത്തിന് താഴെയാണ് ടേൺ ഓവർ എന്നുള്ള രീതിയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ആയിരുന്നു എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് ഇംപ്രൂവ് ആവുകയാണെങ്കിൽ 12 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കണം എന്നുള്ള കാര്യം. എന്നാൽ ആളത് വിട്ടുപോയി. എന്നിട്ട് കഴിഞ്ഞ ദിവസം അവരുടെ സ്ഥാപനത്തിൽ ചെക്കിങ്ങിന് വരികയും 12 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സ്റ്റേറ്റ് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സ്ഥാപനം താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ സ്റ്റേറ്റ് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രോസസ്സിംഗിലാണ്, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഞാൻ പ്രത്യേകം തന്നെ പറയാറുണ്ട്, നമ്മുടെ ബിസിനസിന്റെ ടേൺ ഓവർ 12 ലക്ഷത്തിന് മുകളിലോട്ട് ഒരു വർഷം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മൾ വലിയൊരു എമൗണ്ട് ഫൈനായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൂടാതെ നമ്മളുടെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിടേണ്ടതായിട്ട് വരും. ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോകും. അപ്പൊ നമുക്കത് വളരെ വലിയ രീതിയിലുള്ള നഷ്ടം തന്നെ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക.